ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് സ്വിം ആണ്. സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തുക എന്നാണല്ലോ. അപ്പോൾ സ്വിം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അതിന്റെ V2 V3 എന്നൊക്കെ പറയുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നീന്തുക എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്വിം യൂസ് ചെയ്യും. അതിന്റെ സിംഗുലറിന്റെ കൂടെ നമ്മൾ സിംസ് എന്ന് യൂസ് ചെയ്യും, നീന്താറുണ്ട്. ഇനി അതിന്റെ V2 എന്ന് പറയുന്നത് എന്താണ്? സ്വാം എന്നാണ്. സോം കണ്ടോ, സോം എന്നാണ് കേട്ടോ. നമ്മൾ വേറുള്ള വെർബുകളൊന്നും പഠിക്കുന്ന പോലെയല്ല, കുറച്ച് ടഫ് ഉണ്ട്. സ്വാം, ഞാൻ നീന്തി, ഐ സ്വാം എന്ന് പറയണം. ഓക്കെ, ഇനി അത് V2. ഇനി V3 എന്ന് പറയുന്നത് സ്വം എന്നാണ്. സ്വം അല്ലേ, സ്വം, ഞാൻ നീന്തിയിട്ടുണ്ട്. ഏതിന്റെ കൂടെയാണ് V3 യൂസ് ചെയ്യുക? ഹാവാസിന്റെ കൂടെയാണ് അല്ലേ. അപ്പം ഹാവ് സം, ഹാസ് സം, അതുപോലെ ഹാഡ് സം എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ നീന്തിയിട്ടുണ്ട്, ഞാൻ പുഴയിൽ നീന്തിയിട്ടുണ്ട്. I have some in the river. I have some in the river. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഹാസ് ആണെങ്കിൽ ഹാസ് സം എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ V2 V3 വ്യത്യാസം ഉണ്ടല്ലോ. ഇനി ഈസാറാമിന്റെ കൂടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ING ഫോം യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഈ സ്വിമ്മിങ്, ആ സ്വിമ്മിങ്, ആം സ്വിമ്മിങ്, ഞാൻ നീന്തുകയാണ്, അവൾ നീന്തുകയാണ്, അവർ നീന്തുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സ്വിമ്മിങ്. ഓക്കെ, അതുപോലെ തന്നെ വേഴ്സ് വേറിന്റെ കൂടെയും നമ്മൾ സ്വിമ്മിങ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നീന്തുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വിം എന്ന് പറയുന്ന വെർബിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് സെന്റൻസ് നമുക്ക് ഇത് യൂസ് ചെയ്ത് പറയാട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസുകൾ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഈ വെർബുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ പഠിച്ച വെർബ് എന്താണ്? സിം എന്നാണ്. സിമ്മിന്റെ ഫസ്റ്റ് ഫോം സിമ്മ്, സിംസ്, സിംഗുലറിന്റെയും പ്ലൂറലിന്റെയും കൂടെ യൂസ് ചെയ്യും അല്ലേ. ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ട് നോക്കുക. നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് വെർബ് മാത്രം പഠിക്കുന്ന ഒരു ക്ലാസ് ആണ്. സോ സിമ്മ്, സിംസ്, നീന്തുകയാണ് അല്ലെങ്കിൽ നീന്താറുണ്ട്. അതുപോലെ തന്നെ സിമ്മിന്റെ V2 എന്ന് പറയുന്നത് സ്വാം എന്നാണ്, നീന്തി. ഇനി അതിന്റെ V3 എന്ന് പറയുന്നത് ഹാവ്, ഹാസ്, ഹാഡിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് സം എന്നാണ്. സ്വം അല്ലെ, സ്വം, നീന്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഈസാറാമിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിമ്മിങ് എന്നാണ്. ഈ സ്വിമ്മിങ്, ആർ സ്വിമ്മിങ്, ആം സ്വിമ്മിങ് എന്നൊക്കെ പറയും. ഓക്കെ, അതൊക്കെ അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഇനി വാസ് സ്വിമ്മിങ്, നീന്തുകയായിരുന്നു അല്ലെ, കഴിഞ്ഞു പോയ കാര്യം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയി ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്, കാണുക, പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുപോലെ വെർബ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും സംസാരിക്കാനും വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷ് ഡെയിലി സംസാരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ റിഷൂസ് പാലസ് എന്ന ചാനൽ കണ്ടിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക്